2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ ചരിത്ര വിജയമുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സാധാരണക്കാരായ ജനങ്ങൾ ജനകീയനായ പന്ന്യൻ രവീന്ദ്രനെ പിന്തുണയ്ക്കുമെന്നും ആറ്റിങ്ങൽ മണ്ഡലം ഇത്തവണ ഇടതുപക്ഷം തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. മാനസ മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കാനായി എത്തിയിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി മിനിസ്റ്റർ. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായിരിക്കും ഈ ഒരു കേരളത്തിൻ്റെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത്? ഇടതുപക്ഷത്തിന് ഒരു ചരിത്ര വിജയം തന്നെയായിരിക്കും അല്ലേ? ഒരു ചരിത്ര വിജയം തന്നെ കേരളത്തിന് ഉണ്ടാവാനുള്ള സാധ്യത ആണ് പൊതുവിൽ കാണുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പൊതുവികാരമാണ് ജനങ്ങളിൽ കാണാൻ കഴിയുന്നത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 18 സീറ്റ് ഇടതുപക്ഷം കരസ്ഥമാക്കിയ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ പോലെ തന്നെയുള്ള ഒരു രാഷ്ട്രീയ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏഴര വർഷക്കാലം നടത്തിയിട്ടുള്ള ഭരണ നേട്ടങ്ങൾ, ഒരു ഭരണവിരുദ്ധ വികാരവും നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയില്ല. അതോടൊപ്പം തന്നെ നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരനാണ് പന്ന്യൻ രവീന്ദ്രൻ എന്ന LDF സ്ഥാനാർത്ഥി. അത് തന്നെ ഈ ഒരു മറ്റ് രണ്ട് മുന്നണികളും ചൂണ്ടിക്കാട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. സാമ്പത്തികമായി അവർ മുന്നോട്ട് നിൽക്കുമ്പോഴും സാമ്പത്തികമായി പന്ന്യൻ രവീന്ദ്രൻ താഴെത്തട്ടിലാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെയും നടത്തുന്നുണ്ട്. ഇതൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ നിമിഷം പന്ന്യൻ രവീന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും പ്രതികരിച്ചിരിക്കുന്നത്. അത് തന്നെയായിരിക്കില്ലേ കാണുക? കേരളം സാമ്പത്തികമായി വൻ നിലവാരത്തിൽ നിൽക്കുന്ന വൻ കുത്തക മുതലാളിമാരെ സ്നേഹിക്കുന്ന സംസ്ഥാനമൊന്നുമല്ല. ഇത് തൊഴിലാളി വർഗത്തിന് പിന്തുണയുള്ള സംസ്ഥാനമാണ്. ഞങ്ങളുടെ ജയിച്ച് 99 അസംബ്ലി മെമ്പർമാരായിരുന്നാലും മറ്റ് നേതാക്കന്മാരായിരുന്നാലും അവരുടെയൊക്കെ സ്വത്ത് പബ്ലിക് ഡോക്യുമെൻ്റ് ആണല്ലോ, തെരഞ്ഞെടുപ്പ് മത്സരിക്ക് കൊടുക്കുകയാണല്ലോ. കേരളത്തിലെ ജനങ്ങളെന്നും 2 പ്ലെയിനുള്ളവരെയും പിന്നെ 10,000 കോടി രൂപയുടെ ആസ്തിയുള്ളവരെയൊന്നും കേരളത്തിലെ ജനങ്ങൾ ജനപ്രതിനിധികളായിട്ട് ആഗ്രഹിക്കുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായി നിന്ന് പിന്നെ പ്രവർത്തിച്ച് വളർന്ന് വലുതായി വരുന്നവരാണ് ഇഷ്ടം. പന്ന്യൻ രവീന്ദ്രൻ അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. തിരുവനന്തപുരം പോലെ തന്നെ മറ്റൊരു പ്രധാന മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത്. അത് തന്നെയാണ് ഈ കഴിഞ്ഞ വേളയിൽ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരുന്നത്. ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ ആറ്റിങ്ങലിലും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പ്രതീക്ഷിക്കാമല്ലോ ആറ്റിങ്ങൽ ഇടതിനൊപ്പം ചേരുമെന്ന്. ആറ്റിങ്ങൽ നല്ല മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സ്ഥാനാർത്ഥി വിജയിച്ച ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലയിൽ പിന്നെ ആറ്റിങ്ങലിലെ പിന്നെ ജോയിയെ ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളതാണ്, അവരുടെ ഹൃദയത്തിൽ പിന്നെ സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി, കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ജോയി മാറി എന്നുള്ളതാണ്. അങ്ങനെ വന്ന ഈ പരാജയ ഭീതി കൊണ്ട് പിന്നെ കലാശക്കൊട്ടിൽ പോലും UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ പങ്കെടുത്തിട്ടില്ല. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി അവിടെ ആരും അത്ര ഗൗരവമായിട്ട് കണ്ടിട്ടില്ല. ജോയി വളരെ നല്ല ഭൂരിപക്ഷത്തിലൂടെ ജയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും. ഈ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ 2 അക്ക അക്കൗണ്ട് ഇത്തവണ തുറക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് നടക്കാൻ സാധ്യതയുണ്ടോ? കേരളത്തിൽ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് നിയമമണ്ഡലത്തിൽ BJP അക്കൗണ്ട് തുറന്നത്. അത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ, ഞാനല്ല മന്ത്രിയായ ആ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുള്ള യോഗത്തിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു BJPയുടെ. അങ്ങനെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഇപ്പോൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ BJP ഓരോ സീറ്റും ഇല്ല. അതാണ് അസംബ്ലിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ. പാർലമെൻറ്റിലെ സ്ഥിതി അത് തന്നെയാണ്. വന്ന് ഒരു സീറ്റ് പോലും പാർലമെൻറ്റിൽ പിന്നെ കിട്ടാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇടതുപക്ഷവുമുള്ളത്. കൃഷ്ണകുമാറിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.